with the rain in Wales. Wow. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? മഴയുടെ ഭയങ്കര മഴയാണ്. തുള്ളിക്കൊരുകൂടം എന്നുള്ള നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, അതേപോലത്തെ മഴ. നമ്മൾ പോകുന്നത് നോർത്ത് വെയിൽസിലെ സെക്കൻഡ് ലോങ്സ്റ്റ് നെയിം ഇൻ ദ വേൾഡ് ഉള്ള ഒരു വില്ലേജ് ഉണ്ട്. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ആ സ്ഥലത്തിന്റെ പേര് നമ്മൾ അവിടെ ചെല്ലുന്നതിന്റെ ഇപ്പം നമ്മൾ പഠിക്കും അതെങ്ങനെയാ പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ സ്ഥലത്തിന്റെ പേരും സ്ഥലവും എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും. വെരി ഡിഫിക്കൽട്ട് ടു സേ. ഒരു വെൽഷ് പേരാണ്, അതുകൊണ്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് നമ്മൾ ഓൺ ദ റൂട്ടിൽ അതിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. പകുതിയെങ്കിലും നമ്മൾ പറയാമോ നോക്കാം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണാം കേട്ടോ ബാക്കി കാഴ്ചകൾ. ഓക്കെ, സീ യു ദാൻ, സീ സൂൺ. നമ്മൾ ഓൺ ദ റൂട്ടിലുള്ള കാഴ്ചകളാണിത്. നോർത്ത് വെയിൽസിലോട്ട് പോകുന്നതിൻ്റെ അങ്ങോട്ടേക്കുള്ള ഇവിടുത്തെ ഒരു, എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇന്നത്തെ കൂടെ കാണാൻ പറ്റുമെന്നും. ഭയങ്കര ഒരു മല, അതിൻ്റെ മണ്ടയിൽ കൂടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. സോറി, കണ്ട അതിന്റെ മുകളിൽ ഈ ബലൂണ് പോലത്തെ സ്ഥാനത്ത് ഇത് നിറച്ചിട്ട് തെന്നി വരാൻ നല്ലതായിരിക്കും. അതെ, കണ്ട ഭയങ്കര മനോഹാരിത, വെയിൽസിന്റെ മനോഹാരിത നിങ്ങൾക്ക്. അപ്പം അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുവാണ്. ദ ലോങ്കസ്റ്റ് നെയിം ഇൻ ദ വേൾഡ് ഉള്ള വില്ലേജാണിത്. സെക്കൻഡ് ലോങ്കസ്റ്റ് നെയിം ഉള്ള വേൾഡിലെ സെക്കൻഡ് ലോങ്കസ്റ്റ് നെയിം ഉള്ള വില്ലേജാണിത്, സ്ഥലമാണിത്. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങളെ ചലഞ്ച് ചെയ്യുവാണ്. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. ഇറ്റ്സ് എ വെൽഷ് നെയിം. Clanfer Pelgwengeil Goger Kek Verdor Berlandi Silo Gogo Gog. 2 മണിക്കൂർ ട്രൈ ചെയ്തിട്ട് ഇത്രയെങ്കിലും പറയാൻ പറ്റി. മൊത്തം 58 ലെറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ആക്ച്വൽ 51 വെൽഷ് ലെറ്റേഴ്സ് അതിനകത്തുള്ളൂ. 51 വെൽഷ്, ടോട്ടൽ 58 ലെറ്റേഴ്സ് ഉണ്ട്. ഓ മാൻ, കണ്ട. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ പറയാം, അപ്പുറത്ത് കൊണ്ടിട്ട് കാണിക്കാൻ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ലോങ്കസ്റ്റ് നെയിമുള്ള, വേൾഡിൽ തന്നെ ലോങ്കസ്റ്റ് നെയിമുള്ള റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ? ഓ, ഒരപ്പച്ചനെ അവിടെ നിന്ന് തുമ്മിയതാണ് ശബ്ദം കേട്ടെ. റെയിൽവേ ട്രാക്ക് അത്ര നീളമല്ല, പക്ഷെ നെയിമാണ് ഉദ്ദേശിക്കുന്നത്. തോണ്ട് കണ്ടോ? കിടക്കും അങ്ങനെ. ഇപ്പോൾ ഒരു ട്രെയിൻ വരും, നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ട്രെയിനിൽ കയറണമൊന്നുമില്ല. അമ്പാ, we are going to one of the nicest in 200 beach. yards slight right. Slight right അമ്മച്ചി പറയുന്നുണ്ട്. Full of forest. Oh my gosh, lots of cars. Oh wow. Slight right. Oh my god. Oh dear. Plenty of cars here. ഇങ്ങോട്ട് പോകാനാണല്ലോ പറയുന്നത്. 1.2 മൈൽ അങ്ങോട്ട്. ഓ, ഇത് അങ്ങോട്ട് നടക്കണം.
ഫേമസ് ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി ഞങ്ങൾ നടന്ന് നീണ്ട ദൂരം താണ്ടി എന്തൊക്കെ എത്തിയിരിക്കുകയാണ് മക്കളെ. വെള്ളം കണ്ടു ആ ഭാഗത്ത് കണ്ടു വെള്ളം പാമ്പ് പോലെ. അതെന്നാന്നറിയാമോ? ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കാം, നിങ്ങൾ നോക്കിക്കോണേ. ഇതെല്ലാം വെള്ളം. ഇപ്പോൾ കണ്ടോളാം. എന്തോ കണ്ടോ? ഓ, ആൾക്കാർ എൻ്റെ മുന്നിൽ നമ്മൾ നമ്മുടെ ഷെല്ലില്ലേ, ഷെല്ല് പൊടിച്ച് ഈ കക്കാടെ തൊണ്ടില്ലേ പൊടിച്ച് ഇട്ടേക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു ഗ്രിപ്പിന് വേണ്ടി ചെയ്തേക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ചിലപ്പോൾ റോങ് ആകാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ പറ. എൻ്റെ നിഗമനം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എല്ലാം അങ്ങനെ ഇട്ടേക്കുന്നത് ഭയങ്കര രസമായിട്ട് കാണാൻ വേണ്ടി കേട്ടോ. വെരി നൈസ്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു 1.5 നടപ്പായിരുന്നു അത്. ആക്ച്വലി പക്ഷേ ഇത് സ്പെക്ടാക്കുലർ വ്യൂ ആണ്. ഭയങ്കര രസമായി കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അവിടെ കുളിക്കാൻ വേണ്ടിയും അവിടെ ക്യാമ്പിങ്ങിനും അങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണത്. അതിൻ്റെ മണ്ടേ എന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഭയങ്കര രസമാണ്.
ഹൗസ് കാണാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള വാക്കിംഗ് വ്യൂ ആണിത്. എൻ്റെ പൊന്നെ, പട്ടിക്കുട്ടിയെ കണ്ടു പിടിച്ചു. ഒരു വനത്തിൻ്റെ നടുക്ക് കൂടിയുള്ള നമ്മുടെ യാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ലോങ്കസ്റ്റ് നെയിമുള്ള, വേൾഡിൽ തന്നെ ലോങ്കസ്റ്റ് നെയിമുള്ള റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ? ഓ, അപ്പച്ചന് അവിടെ നിന്ന് തുമ്മിയതാണ് ശബ്ദം കേട്ടെ. റെയിൽവേ ട്രാക്ക് അത്ര നീളമല്ല, പക്ഷെ നെയിമാണ് ഉദ്ദേശിക്കുന്നത്. തോണ്ട് കണ്ടോ? കിടക്കും അങ്ങനെ. ഇപ്പോൾ ഒരു ട്രെയിൻ വരും, നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ട്രെയിനിൽ കയറണമെന്നില്ല. അപ്പം അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുവാണ്. ദ ലോങ്കസ്റ്റ് നെയിം ഇൻ ദ വേൾഡ് ഉള്ള വില്ലേജാണിത്. സെക്കൻഡ് ലോങ്കസ്റ്റ് നെയിം ഉള്ള വേൾഡിലെ സെക്കൻഡ് ലോങ്കസ്റ്റ് നെയിം ഉള്ള വില്ലേജാണിത്, സ്ഥലമാണിത്. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങളെ ചലഞ്ച് ചെയ്യുവാണ്. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. ഇറ്റ്സ് എ വെൽഷ് നെയിം. ക്ലാൻ ഫെയർ ഫൽഗ്വൻ ഗെയിൽ ഗോഗർ ഖക് വെർഡോർ ബെർലാൻഡി സില്ലോ ഗോഗോ ഗോഗ്. 2 മണിക്കൂർ ട്രൈ ചെയ്തിട്ട് ഇത്രയെങ്കിലും പറയാൻ പറ്റി. മൊത്തം 58 ലെറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ആക്ച്വൽ 51 വെൽഷ് ലെറ്റേഴ്സ് ഇതിനകത്തുള്ളൂ. 51 വെൽഷ്, ടോട്ടൽ 58 ലെറ്റേഴ്സ് ഉണ്ട്. ഓ മാൻ, കണ്ട? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ പറയാം, അപ്പുറത്ത് കൊണ്ടിട്ട് കാണിക്കാം. നമ്മൾ ഓൺ ദ റൂട്ടിലുള്ള കാഴ്ചകളാണിത്. നോർത്ത് വെയിൽസിലോട്ട് പോകുന്നതിൻ്റെ അങ്ങോട്ടേക്കുള്ള ഇവിടുത്തെ ഒരു, എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇന്നത്തെ കൂടെ കാണാൻ പറ്റുമെന്നും. ഭയങ്കര ഒരു മല, അതിൻ്റെ മണ്ടയിൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. ഓ, ആടത്തെ വെള്ളച്ചാട്ടം. സോറി, കണ്ട അതിന് മുകളിൽ ഈ ബലൂണ് പോലത്തെ സ്ഥാനത്തെ ഇത് നിറച്ചിട്ട് തെന്നി വരാൻ നല്ലതായിരിക്കും. കണ്ട, ഭയങ്കര മനോഹാരിത, വെയിൽസിന്റെ മനോഹാരിത നിങ്ങൾക്ക് ദൈവത്തിങ്കരവരുതല്ലോ. Chucking down with the rain in Wales. Wow, നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? മഴയുടെ ഭയങ്കര മഴയാണ്. തുള്ളിക്കൊരു കുടം എന്നുള്ള നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, അതേപോലത്തെ മഴ. നമ്മൾ പോകുന്നത് നോർത്ത് വെയിൽസിലെ സെക്കൻഡ് ലോങ്കസ്റ്റ് നെയിം ഇൻ ദ വേൾഡ് ഉള്ള ഒരു വില്ലേജ് ഉണ്ട്. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ആ സ്ഥലത്തിന്റെ പേര് നമ്മൾ അവിടെ ചെല്ലുന്നതിന്റെ അപ്പുറം നമ്മൾ പഠിക്കും അതെങ്ങനെയാ പറയുന്നത്. എന്നിട്ട് അവിടെ nice. So we are on the route now. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേരും സ്ഥലവും എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും. വെരി ഡിഫിക്കൽട്ട് ടു സേ. ഒരു വെൽഷ് പേരാണ്, അതുകൊണ്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് നമ്മൾ ഓൺ ദ റൂട്ടിൽ അതിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് പകുതിയെങ്കിലും നമ്മൾ പറയാമോ നോക്കാം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണാം കേട്ടോ ബാക്കി കാഴ്ചകൾ. ഓക്കെ, സീ യു ദെൻ, സീ സൂൺ.